ഹലോ, ലോങ് വീഡിയോസ് ചെയ്തിട്ട് ഒരുപാടായെന്നറിയാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മോളുടെ. അപ്പോൾ അതിന് 1.1 മില്യൺ വ്യൂസും അതോടൊപ്പം തന്നെ 3K+ സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ആ വീഡിയോയ്ക്ക് കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു. മോളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്ത വീഡിയോസ് അല്ലേ ഇതൊക്കെ എന്ന്. അങ്ങനെ പറഞ്ഞാൽ ചെയ്യുന്നൊരു പ്രായം കറക്റ്റ് ആയിട്ടില്ല. മോൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അതൊക്കെ കറക്റ്റ് സ്പോട്ടിൽ നടക്കുന്ന വീഡിയോസാണ്. എന്തോ ഭാഗ്യത്തിന് അപ്പോഴെൻ്റെ കയ്യിൽ മൊബൈൽ കാണും, അപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്ത് എടുക്കുന്നതാണ്. എന്നാൽ പറഞ്ഞ് ചെയ്യിപ്പിച്ച വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത് അങ്ങനത്തെ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒരുപാട് മെനക്കെട്ട് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക നശിച്ചെടുത്ത വീഡിയോസാണ്. കാരണം അടങ്ങിയിരിക്കുന്ന പ്രായമല്ലല്ലോ. അപ്പോൾ അതുപോലൊരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അത് മാക്സിമം അവൾ കോപ്പി ചെയ്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലെ കുറച്ച് ന്യൂസ് ഞാൻ വായിക്കും. അത് മോളെ കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് നോക്കാം. എത്രത്തോളം അടങ്ങിയിരുന്ന് എത്രത്തോളം അവൾ വായിക്കും എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് നവിഷ്ണ. വാവ പത്രം വായിക്കോ? ഞാൻ പറയുന്ന കണക്ക് പറയോ? ഓക്കെ. ആകൃതിയില്ലാത്ത ശരീരം അമീബകൾക്ക് സ്ഥിരമായ ആകൃതിയില്ല. കട്ടിയായ ആവരണം ഇല്ലാത്തതിനാൽ കോശദ്രവ്യം ഏതു ഭാഗത്തേക്ക് നീങ്ങുന്നുവോ ആ ഭാഗം വിരലുകൾ പോലെ പുറത്തേക്ക് മിണ്ടൂല പുറത്തേക്ക് തള്ളി നിൽക്കും. പറ. താത്കാലികമായി ഉണ്ടാകുന്ന ഈ ഭാഗങ്ങളെ കപട പാദങ്ങൾ എന്നാണ് പറയുന്നത്. അമീബകൾ ഇര പിടിക്കുന്നതും സഞ്ചരിക്കുന്നതും കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് പുട്ടല്ലേ രാവിലെ കഴിച്ചാ? രാവിലെ കഴിച്ചതെന്തോ? വാവ രാവിലെ എന്തുവാണ് കഴിച്ചത്? അല്ല, വാവ രാവിലെ എന്താണ് കഴിച്ചത്? പുട്ടും ബാജിയും. ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണോ? ഓ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നെന്തോ നല്ല മൂഡിലായിരുന്നു മോള്, അതുകൊണ്ടാണ് ഇത്ര സമയം വരെയെങ്കിലും ഇരുന്നത്. അവളുടെ സ്വഭാവം വെച്ചിട്ട് എന്നെ വലിച്ചു കീറി ഒട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മോളെ കൊണ്ട് പറയിപ്പിച്ച് വീഡിയോ എടുക്കുന്നത്. എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അടങ്ങിയിരിക്കില്ല ഒരു സ്ഥലത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ. ദൈവമേ, ന്യൂസ് പേപ്പർ എല്ലാം വലിച്ചു കീറി എന്നെ ഇന്ന് അച്ചാച്ചനും അമ്മമ്മയെ ഓട്ടിക്കും. പെട്ടെന്ന് തന്നെ കൊണ്ടുവയ്ക്കട്ടെ. ടാറ്റാ.